പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന മഹത്വം, ആരാധന മഹത്വം കർത്താവേ, സ്തുതി, ആരാധന മഹത്വം. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷ മേഖലകളെയും സാമൂഹിക സാംസ്കാരിക ആത്മീയ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി ആഗ്രഹിക്കുന്ന സമയം പൂർത്തീകരിക്കുവാനും വലിയ വലിയ ദൈവിക മനസ്സ് പദ്ധതികളിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അവകാശവും ഓഹരിയുമായ വിശ്വാസ സമൂഹത്തെ അങ്ങ് ആശീർവദിക്കണമേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നുള്ള
അങ്ങയുടെ വിലയേറിയ വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ ഇടയാക്കണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവരെ മക്കളെ കുറിച്ചും അവരുടെ ഭാവിയെ കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒരാശയവും കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള വേകുലങ്ങള് അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ ആരാധനയില് അവർക്ക് പുതിയ വെളിച്ചം, പുതിയ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് അയച്ച നല്ല ദൈവമേ, വഴിയും സത്യവും ജീവനുമായവനെ, നിന്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് അരുളി ചെയ്ത എന്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ട് മൂടിപ്പോയവരുടെ കുടുംബ ജീവിതത്തിലേക്ക്, ജീവിത വിഷയങ്ങളിലേക്ക്, കല്യാണത്തിലെ പോലെ അവർക്ക് കഴിഞ്ഞില്ല, അവർക്ക് വീടില്ല, ജോലിയില്ല, കടമാണ്, ഒരു ശവം പോലെയാണ്, അവർ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ, ഉടമ്പടി സ്വരൂപമേ, ഈശോയുടെ ജീവിക്കുന്ന കാരുണ്യ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പടി പ്രാർത്ഥിക്കുന്നു, ദൈവമായ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ അടയാളങ്ങള്, വഴികള്, വെളിച്ചങ്ങള് ജീവിതത്തിലെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, സത്യസന്ധമായ ആരാധനയ്ക്ക് അനുയോജ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ഈ ആത്മീയ സമൂഹത്തിലേക്ക് അഭിഷേകമായി നിറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹരാജ
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങള്, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങള്, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങള്, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികള്, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവര്, ആത്മവിശ്വാസമില്ലാത്തവര്, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധന. പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികള് അനുഭവിക്കുന്ന കുടുംബങ്ങളെ കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിറയട്ടെ, എല്ലാവരും നിറയട്ടെ. ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിന്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിന്റെ കരങ്ങളിലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും Help those who have all kinds of troubles. കർത്താവിന്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിന്റെ വചനത്തിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയെന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ വിഷയത്തോട് എന്തുമാത്രം ആശ്രയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ചും ആഗ്രഹപ്പെടണം. അപ്പം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകും.
ഒരു മിനിമം ദൈവസ്നേഹം ഇല്ലാതെ കർത്താവിന് നിങ്ങളുടെ ആത്മാവിലേക്ക് ആകർഷിപ്പുണ്ടാകത്തില്ല. അനുഗ്രഹം എപ്പോഴും വർദ്ധിക്കുന്നത് ആകർഷിപ്പിലൂടെയാണ്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ മുമ്പിലുള്ള പ്രശ്നം, എങ്ങനെ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വസിപ്പ് ആകർഷിപ്പിച്ചെടുക്കാൻ പറ്റും. ആകർഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിന് നിങ്ങളെ കണ്ട്, ഇപ്പം നിങ്ങൾ തന്നെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആകർഷണമുണ്ട്. ആൾക്കാർ പറയത്തില്ല, ഒരു ഫയർ, സ്പാർക്ക് എന്നൊക്കെ അല്ലേ പറയണത്. അപ്പം അത് ദൈവത്തിന് നിങ്ങളെ കണ്ട ഒരു സ്പാർക്ക് തോന്നണം. ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ദൈവത്തിൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. അതാണ്, അതൊക്കെ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണത്. യോഹന്നാൻ 13:35. യോഹന്നാന്റെ സുവിശേഷം 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ മേൽ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണത്, ഫോർമുലയാണ്. നിങ്ങളെപ്പോഴും ദൈവത്തിന് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതായത് എപ്പോഴും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ആകർഷണമുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു ഡിപ്രിസിയേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വലിയ വിലയില്ല. എൻ്റെ ജീവിതം മഹാമോശമായിരുന്നു, എൻ്റെ കൂതറ ജീവിതമായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ, ഡിപ്രിസിയേഷനാണ് ഉള്ളത്. എന്താണ്? ഒരു മിനിമം, അതൊരു മൂല്യക്കുറവുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ പറയണത്. എന്താ കാര്യം? നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ദൈവം ഇപ്പോഴും കണക്കിലെടുക്കണില്ല. ദൈവം കണക്കിലെടുക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പൊ ഇത് എന്താ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, എവിടെയോ വെച്ച് റൈറ്റ് ഓഫിങ് സംഭവിച്ചിട്ടുണ്ട്, എഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങളെ ആകർഷിച്ച കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അതിൻ്റെ അർത്ഥം റൈറ്റ് ഓഫ് നടന്നിട്ടുണ്ട്. എഴുതിയോ കർത്താവ് നിങ്ങളുടെ പഴയ കടങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വെട്ടിക്കളഞ്ഞതിന് കാരണങ്ങളുണ്ട്. അത് ഈ ആകർഷിപ്പുള്ളതുകൊണ്ടാണല്ലോ അടുത്ത് വരണത്. ആകർഷിപ്പിൻ്റെ കാരണങ്ങളൊന്ന്, ഏതോ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഇപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്, സ്പാർക്കുള്ളതുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവ് പറയണതനുസരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതോ ഒരു ക്വാളിറ്റി, ഗുണം നിങ്ങളിൽ ഇപ്പോഴും കർത്താവിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അതുകൊണ്ടാണ് ആസന്നമായതിനെ ഊതിക്കത്തിക്കാൻ പറയണത്. ബൈബിള് കുത്തിക്കെട്ടി ഒതുക്കുമ്പോൾ അവസാനത്തെ അതിൻ്റെ ഉപസംഹാരത്തിൽ വരണത് അവസാന വാക്കുകളാണ്. എന്താണ്? നിങ്ങളിൽ ആസന്നമായതിനെ
ഉദിക്കത്തിക്കട്ടെ. ഇത് ഇവിടെ ഗോഡ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:2. വെളിപാട് 3:2. ഉണരുക, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്നാ പറയണത്. ഇപ്പം എന്താ സംഭവം? നിന്നിൽ ആസന്ന മരണമായതിനെ ഊതിക്കത്തിക്കാൻ എന്തോ ഒരു കണ്ടന്റ് നിങ്ങളിൽ ദൈവത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ സ്പാർക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിൻ്റെ കുടപ്പുറമാരുള്ള സ്നേഹമായിരിക്കാം നിൻ്റെ. ചിലപ്പോൾ മക്കൾ തന്നെ എല്ലാവരും നിങ്ങളെ അപ്പമ്മമാർ ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ അവിടെ പഠിത്തവും മുടക്കി, അവർക്ക് വേണ്ടി അവരെ ഓഫറും മുടക്കി അവിടെ നിൽക്കും. എല്ലാവർക്കും ഒരുപോലെ അമ്മയാണ്, എല്ലാവർക്കും ഒരുപോലെ അപ്പനാണെങ്കിലും അപ്പനും അമ്മയും കിടപ്പായി കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെ അല്ലല്ല നോക്കണത്. ഒരാളതിൻ്റെ അകത്ത് ഉണ്ടാകും. എന്താണ്? ഒന്നും കിട്ടിയിട്ടില്ല, കൊടുത്തതൊക്കെ ചിലപ്പോൾ ഇളയ മക്കൾക്ക് മൂത്ത മക്കൾക്ക് ആയിരിക്കും. എനിക്ക് അപ്പൻ്റെയൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും എൻ്റെ അപ്പനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കും. അതാണ് നിന്നിൽ ആസന്ന മരണം. അതാണ് ദൈവത്തിൻ്റെ ആകർഷണത്തിൻ്റെ സ്പാർക്കിംഗ് പോയിൻ്റ്. അത് മറ്റുള്ളവരോട് നീ കാണിക്കുന്നതാണ്. അല്ല മറ്റുള്ളവരോട് നീ കാണിക്കുന്ന ഇപ്പോൾ ഈശോ ഫെയർവെൽ സ്പീച്ചില്ലേ, കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശങ്ങൾ നോക്കുമ്പോഴൊക്കെ കാല് കഴുകിയതിന് ശേഷം പറയണത് എന്താണ്? നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. നിങ്ങളുടെ ഗുരു നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും യോഹന്നാൻ 13:14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതായത് എപ്പോഴും നമ്മൾ ഡിവൈൻ സ്പാർക്ക്, ദൈവത്തിന് ഒരു നമ്മളോടൊരു ആകർഷണം തോന്നാനുള്ള, സ്പാർക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള അടുപ്പമാണ്. അവർ ബന്ധുക്കളാകണമെന്ന് സ്വന്തപ്പെട്ടവരാകണമെന്നില്ല. ഒരു ബന്ധുവില്ല ജീവിതത്തിൽ ആദ്യം കാണുകയിരിക്കും. എങ്കിലും അവരുടെ ദൈന്യാവസ്ഥയിൽ നമ്മൾക്ക് അവരോടൊരു സന്ധിപ്പ് തോന്നിയ അതിനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചാണ് ദൈവം നിന്നിലേക്ക് ആകർഷിപ്പ് ഉണ്ടാകുന്നത്. ആകർഷിപ്പ് കൂടും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ. നിൻ്റെ സൽപ്രവർത്തികൾ അനുസരിച്ച് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പൂർണ്ണമാകുന്നത്. ഭാഗികമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ദൈവസ്നേഹത്താൽ പൂർണ്ണമാകുന്ന അനുസരിച്ച് കൊണ്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ആകർഷണം അസൂയ നിർഭരമായ ആകർഷണമായിട്ട് മാറും. ആകർഷണത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിച്ചോട്ടെ. യാക്കോബ് 4:5. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നമ്മൾ യോഹന്നാൻ 6:44 അനുസരിച്ചുകൊണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ എല്ലാവരും എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആകർഷണത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതെന്തായിരിക്കും? ആകർഷണൻ്റെ കണ്ടൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. എപ്പോഴും ദൈവസ്നേഹം എപ്പോഴും പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ വിഷയം നമ്മൾക്ക് ദൈവസ്നേഹം കിട്ടി നമ്മളുടെ ഉദരപൂരണത്തിനേക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവമെന്നാണ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം മാത്രം ജന്മകാലം മുഴുവനും നമ്മുടെ ജോലി, നമ്മുടെ മക്കളുടെ ഗതി പിടിക്കൽ, നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളുണ്ടാകണത്, നമ്മുടെ വീട് വിൽക്കുന്നത്, നമ്മളെന്ന് പറഞ്ഞിരുന്നാൽ
അതിന് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവം എന്നാണ്. ഫിലിപ്പി 3:19 നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതായത് ലജ്ജാകരമായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത കാര്യത്തിന് വല്ലാത്ത അഭിമാനം. എപ്പോഴും ബൈബിൾ പറയണത് അഭിമാനിക്കുന്നതിന് ആദ്യം അഭിമാനിക്കേണ്ടത് നിങ്ങളുടെ കാറിലോ വീടിലോ നിങ്ങളുടെ ആസ്തിയിലോ നിങ്ങളുടെ ശമ്പളത്തിലോ നിങ്ങളുടെ പ്രൊമോഷനിലോ നിങ്ങളുടെ PR-ലോ ഒന്നുമല്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തോന്നണം നീ പേഴ്സണലായിട്ട് ഇത് ആവശ്യപ്പെടുന്നുണ്ടെന്ന്. ആ വാക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ വാക്കിൻ്റെ സെൻസ് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. അതാണ് സെൻസിബിൾ പ്രെയർ എന്ന് പറയണത്. ആ വാക്കിൻ്റെ സെൻസ് ഗ്രാസ്പ് ചെയ്ത് ആണ് നമ്മൾ അത് ആക്ടിവിറ്റി ചെയ്യണത്. അല്ലെങ്കിൽ നോൺസെൻസ് പ്രെയർ ആകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയും പാട്ടും നോൺസെൻസ് പ്രെയറാണ്. എന്താ കാര്യം? അങ്ങനെ പാടുന്നു, കേൾക്കണത് തട്ടിവിടുന്നു, അത്രേ ഉള്ളൂ നോൺസെൻസ് പ്രെയർ. പക്ഷേ സെൻസിബിൾ പ്രെയർ എന്ന് പറയണത് ആ വാക്ക് ഉദ്ദേശിക്കണ എന്താണ് അത് ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ഞാനത് പുറത്തേക്ക് സ്പെൽ ഔട്ട് ചെയ്യണത്. നമുക്കൊരുമിച്ച് ആ വാക്ക് നെഞ്ച് കൈവച്ചുകൊണ്ട് നീ വരൂ ദിവ്യകാരുണ്യമേ. ഈ പാട്ടിൻ്റെ അഭിഷേകം എന്താണെന്നറിയോ? ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനെ നിത്യകാരുണ്യമേ. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി എൻ്റെ കഴിവിലല്ല, നിന്റെ കാരുണ്യത്തിൽ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 4:30 രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിർജ്ജീവമാകാതിരിക്കാനും വേദനിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊരു ആൾ എന്നോട് ഒരു കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൂടുതൽ കോടതി ചാർജിങ് വരണമെങ്കിൽ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ വകുപ്പ് സത്യമാണോ? പറഞ്ഞു സത്യമല്ല, ആളെ നമ്മളെ കുരുക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. എന്താ കാര്യം? അസത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ വിളിക്കണത് എന്താണ്? സത്യത്തിൻ്റെ ആത്മാവെന്നാണ് വിളിക്കണത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കും. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു ജീവിതമാണ്. അവിടെ നിങ്ങൾ തോറ്റാലും സത്യമാക്കി വെടിയരുത്. നിങ്ങൾ മറ്റുള്ള പ്രതികളുടെ മുമ്പിൽ പിശാചിന് മുമ്പിൽ ജയിക്കാൻ വേണ്ടി പിശാചിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം. 6:25 എഫെസ്യൻസ് എടുക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എഫേസോസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13 അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന
പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി ജീവിതത്തിലെ ജീവിതക്രമമുണ്ടത്. ജീവിതക്രമം, അതായത് ഇപ്പം ഈ നമ്മുടെ ജെറോമി പറയണത്, അവസാനം പറയണത്, ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വാക്ക്. എന്താ അദ്ദേഹം പറയണത്? ഞങ്ങളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നോ ഞങ്ങൾ ദാനധർമ്മം ചെയ്യാൻ തുടങ്ങിയെന്നോ എന്നല്ല പറയണത്. ഞങ്ങൾ എന്തൊരു കോൺഷ്യസാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻസ് വരും. എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയണത്? അതിനകത്ത് വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണത്, ഒരു അക്കൗണ്ട് ദൈവമായിട്ട് ഓപ്പൺ ചെയ്യണം നമ്മൾ. ആ അക്കൗണ്ടിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 8850 വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ വരണത്. വാഗ്ദാനങ്ങൾ ഒന്നാണ്, എന്താ ഉള്ളത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് മുമ്പേ കർത്താവ് ആ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ആളെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കും. വല്ലാത്ത പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ ജെറോമിയുടെ വിഷയം എന്ന് പറയുന്നത്, ജെറോമി ഉടമ്പടി ജെറോമി എന്താ ലൈഫ് എന്താണ്? ഉടമ്പടി അല്ലാത്തൊരു ജീവിതത്തിൽ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും സ്വന്തം കഴിവിൽ നല്ല ശമ്പളമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുകൊണ്ട് ജീവിച്ച് പോകണവർ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഭയങ്കര ഡാമേജാണ്. എന്താ കാര്യം? മെറിറ്റ് കൊണ്ട് തന്നെ അയാൾ ജീവിക്കുന്നുണ്ട് ഭൗതികമായി. അപ്പോൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ വചനം നിങ്ങളെ ഒരു രണ്ടാം തരം പൗരനായിട്ടാണ് കാണുന്നത്. ദൈവരാജ്യത്തെ പൗരന്മാരെ രണ്ടായിട്ട് വചനം തിരിച്ചിട്ട് പറയും, നിങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ ഹതഭാഗ്യന്മാരാണ്. എന്താണ്? ഇങ്ങനെയുള്ള ഒരു ദൗത്യം, വചനവും ആത്മാവിനെയും പ്രോമിസ് ചെയ്യപ്പെടാത്ത ഒരു ജനതയെക്കാളും മോശമാണ് ആര്? ഈ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ ആങ്കർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ 50% മാത്രമേ ഈ ഭൗതിക ആവശ്യങ്ങൾ വരുന്നുള്ളൂ. 50% നിത്യതയാണ് വരുന്നത്. അപ്പോൾ നിത്യതയെക്കുറിച്ച് കോൺഷ്യസ് ആകണം. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത് യേശു ക്രിസ്തുവിൽ എടുത്ത വചനെടുത്ത് 1:15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പൊ എന്താ പ്രശ്നം? ഈ ജീവിതത്തിന് വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, പെൻഷൻ, ഇങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എന്ത് പറ്റും? അത് നിങ്ങൾ പ്രസാദവരത്തിലോ നിത്യതയിലോ അല്ല വിശ്വസിക്കണത്. അപ്പം മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവരാകും. എന്നും കൊന്നും നമ്മൾ ഉടമ്പടി പുതുക്കുന്ന ഇപ്പം നീല പേപ്പർ ചില ആൾക്കാരുടെ കയ്യിലുണ്ട്, ചില ആൾക്കാരുടെ സിൽവർ ഗ്രേ ഉണ്ട്. അപ്പം ഞാൻ സിൽവർ ഗ്രേക്കാരോട് ചോദിക്കും, എന്നാ നിയോഗം വെച്ചിരിക്കണത്? അത് കെട്ടിച്ചു വിട്ട മകളുടെ മകൾ, അതായത് ഇവരുടെ പേരക്കിടാവ് ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയണത് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, അതാണ് വെച്ചിരിക്കണത്. അപ്പം നിങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിച്ച് സിൽവർ ഗ്രേയും കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഈ അലപരാധി കാര്യങ്ങളെ വെക്കത്തുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞ് സിൽവർ ഗ്രേയിലൊക്കെ ഉള്ള ആൾക്കാർ വെക്കേണ്ടത് എന്താണ്? ഈ നിത്യത, ഈ ഭൗതികമായ വിഷയങ്ങളൊന്നും വെക്കരുത്. ഇതൊക്കെ എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും വെക്കേണ്ടത് എന്താണ്? കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അതുപോലെയുള്ള പുതിയ പുതിയ ദൈവമേഖലകളിലെ ശുശ്രൂഷ കാര്യങ്ങളല്ലേ വെക്കേണ്ടത്. അപ്പോൾ ഉടമ്പടി ഗ്രോത്ത് അങ്ങനെ വരണത്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സിൽവർ ഗിര കഴിഞ്ഞിട്ട് ഇപ്പം പുതുക്കൽ നിർത്തി വെച്ചതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും നേരിട്ട് ഒരു ദിവസം കാണും, സിൽവർ ഗിരക്കാരെ എല്ലാവരും നേരിട്ട് കാണും. എന്നിട്ട് അവരുടെ എല്ലാം എടുപ്പിക്കും. ഞാൻ അവരുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എടുപ്പിച്ചിട്ട് അവർക്ക് പ്രത്യേക ധ്യാനം നടത്തി. അതിനാണ് മരിയൻ അഗ്നി അഭിഷേക ധ്യാനം എന്ന് പറഞ്ഞൊരു ധ്യാനം വരുന്നുണ്ട്. താമസമുള്ള ധ്യാനമാണ്. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ട് അവർ ഇനിയുള്ള കാലങ്ങളിൽ ഇതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇല്ലായ്മയും ഓർത്തുകൊണ്ടും ഞാൻ പ്രശംസിക്കുമെന്ന് പറയുന്ന ഒരു ആധ്യാത്മികതയാണ്. അതാണ് ബൈബിളിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഇപ്പൊ നമ്മൾ ഉടമ്പടിയുടെ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഇല്ലായ്മ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്, ഇല്ലേ? ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രശംസയായിട്ട് മാറും. അതാണ് വ്യത്യാസം. പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ ഇല്ലായ്മ ദൈവകൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തരിക സന്തോഷം ഉണ്ടാകും. അത് അഭിഷേകത്തിൻ്റെ വേറെ ഒരു മുതിർന്ന തലമാണ്. അപ്പോൾ അത് നിങ്ങളുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല ദൈവത്തോട്. ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഗ്നിയഭിഷേകത്തിൻ്റെ ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. 6 നിയോഗങ്ങളില്ല, അസ്തമിച്ചു. 6 നിയോഗങ്ങൾ അസ്തമിക്കും. അവിടെ വെച്ച് ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കണതിൻ്റെ കാര്യം. അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. നിയോഗം തന്നെ പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ചാകണ വരെ നിയോഗങ്ങളാവും. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. ഈ വെള്ളം കുടിക്കണം ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങൾ. 4:13-14 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പുതിയൊരു ആവശ്യം, പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നും ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നെ വിശ്വസിക്കുന്ന അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രുതികട ഹല്ലേലൂയ. 7:37 യോഹന്നാൻ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ അരുവിയും? താഴെ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഹല്ലേലൂയ. ധ്യാനം അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപാട് നൽകി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങൾ വീണ്ടും കൂടണം. നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ ഞാനും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നല്ല ചൈതന്യത്തോടെ ഈ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന
ദൈവജനത്തോട് കാരുണ്യം കാണിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അതിന് പറ്റുന്നൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതാണ് ഈ 6:13 എഫേസ്യൻസ് നമ്മൾ കണ്ടത്. എങ്ങനെ പരിശുദ്ധാത്മ ഇപ്പം നടപടി എഫേസസ് 4:30, തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മ ജീവിക്കാം, അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഫേസസ് 6:13 പറയണത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് പറയണത്. ഇതൊക്കെ ഹോംവർക്കുകളാണ്. ഉടമ്പടി എടുത്തവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഈ ധ്യാനം ഒന്നിൽ കൂടണം. പക്ഷേ ദൈവത്തിന് തോന്നണം നിങ്ങൾ ധ്യാനം കൂടുകയാണെന്ന്. അല്ല അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, ഞാൻ കൊച്ചി പോയെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവമേഖലയിലേക്ക് വരുന്നു. ഇപ്പം എന്താ ഈ നമ്മുടെ ഇവനില്ലേ ജെറോമിയുടെ പ്രശ്നം എന്താ? ജെറോമി ഇങ്ങനെ മെറിറ്റിൽ മാത്രം സ്വന്തം കഴിവ്, സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം സർട്ടിഫിക്കറ്റ്, സ്വന്തം പ്രൊമോഷൻ, അങ്ങനെ നല്ല പ്രൊഫൈൽ പെട്ടെന്ന് കൊച്ചു കാലം കൊണ്ട് തന്നെ വലിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അയാൾ അതുകൊണ്ട് അയാൾക്ക് കുടുംബ പ്രാർത്ഥനയും പള്ളിക്ക് പോക്കും ഒക്കെ കുറഞ്ഞ് വന്ന് എന്താ മെറിറ്റിലാണ് അദ്ദേഹം ജീവിക്കണത്. മെറിറ്റിൽ ജീവിച്ചവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും. പക്ഷെ നമ്മൾ ഗ്രേസിനും ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാവോ? ഇയാൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജെറോമിക്ക് എന്ത് പറ്റി? പെട്ടെന്ന് സോഫ്റ്റ്വെയർ എല്ലാം ചേഞ്ച് ആയി. സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. നിങ്ങൾക്കറിയില്ല, ഇപ്പം നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ പഴയ സംഭവം അല്ലല്ലോ ഇപ്പം എടുക്കണേ. ഇപ്പം AI വന്നപ്പോൾ കമ്പ്യൂട്ടർകാരുടെ എല്ലാവരുടെയും പണി പോയി. പലരുടെയും ഒരു 50% ആൾക്കാരുടെ പണി പോയി. അതാണ് ഇപ്പോൾ ആൾക്കാർ ഡിജിറ്റലി AI പഠിക്കാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പണി പോയി. ഏറ്റവും പണി കിട്ടിയ, ഏറ്റവും പ്രയാസം അനുഭവിച്ച IT മേഖലയിലാണ്. അങ്ങനെ ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേര്, നമ്മുടെ ജെറോമി എന്ന് പറഞ്ഞ ആൾ. അങ്ങേര് പണി പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷിഫ്റ്റൊക്കെ ഈ കുറേ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ്? അവരുടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യണ ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു. അതാണ്. അപ്പം ത്രട്ടിങ് ആയില്ലേ? അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി AIയുടെ പുതിയ ആൾക്കാർ കയറി വന്നു. അപ്പോൾ ഇയാൾക്ക് ആക്രിപ്പണിയായി അതിൻ്റെ അകത്ത്. പഴയ സെറ്റപ്പെല്ലാം പോയി. പണ്ട് വൈറ്റ് കോളറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കമ്പനിക്ക് വേണമെന്നില്ല, വേണേ നിൽക്കുക അല്ലേ പോ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റല്ലേ എല്ലാം. തട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലാത്ത തട്ട് കിട്ടി. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയണത്, എപ്പോഴും നമ്മൾ മെറിറ്റിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനങ്ങളിലാണ് പോണത്. കാര്യം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകേടുണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം, ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം. അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും. പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല, ഞാൻ നിന്നെ തങ്ങും. ടേക്ക് ദ വെടപ്പോട്ട് ശ്രുതികട. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വാഗ്ദാനമാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാഗ്ദാനമാണ്. കമ്പനി നിന്നെ ഉപേക്ഷിക്കാം. ചിലപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ. ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളെ വേകുലങ്ങളെ
വേവലാതികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ നീ ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ അൻഷുറൻസ് ചെയ്യണത്, ഇൻഷുർ ആക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായി കഴിഞ്ഞപ്പോൾ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ ബാഗിൽ അബുദാബി പള്ളിയിൽ ചെന്നപ്പോൾ 8 മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കാമെന്നും പറഞ്ഞ് ഈ ബാഗിനകത്ത് മേടിച്ച് വെച്ചു. പക്ഷേ ഇവർ അമ്മയും വായിച്ചില്ല, മകനും വായിച്ചില്ല. എന്താ കാര്യം? അത് വായിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. പിന്നെ അതാണ് പ്രശ്നം. ഇത് വായിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം ശമ്പളമുണ്ട്, മാന്യമായ ജീവിതമുണ്ട്, എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നത്? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പത്രം 8 മാസത്തിൻ്റെ തിരുന്നിട്ട് പോലും ഇവർ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത്, എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല, മകനെ രക്ഷിക്കാൻ മാതാവിന് പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും. ഇപ്പോൾ അവനും മുള്ളൊക്കെ ഒടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? തൻ്റെ മെരിറ്റ് ഡാമേജായി. എത്ര മെരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യുക? അവനത് വായിച്ച് അവനുടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് അത് വായിച്ച ഉടനെ ജെറമി പറയണത്, എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യമായി. ഞാനീ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ ഓൺലൈൻ ഉടമ്പടി ജനങ്ങളെ നിങ്ങൾ ആരും വേദനിക്കരുത്, ഒറ്റക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കൃപാസന മാതാവ് പറന്ന് സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി അന്റാർട്ടിക്കയിലുള്ളൊരു ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാണ് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി 2018 ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇപ്പം ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക? ഞാൻ പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടിക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതമല്ലേ. ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നുവോ അവന് അതിൻ്റെ ഫലം കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് നേർച്ച വസ്തുക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കോവിഡ് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്തുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. ഇപ്പോൾ ആലപ്പുഴത്തെ അവസ്ഥ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പോൾ തന്നെ ബുക്ക്ഡാണ്. ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ്. ഇതാണ് റാലിയുടെ അവസ്ഥ. അപ്പം നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം. അവശേഷിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അമ്പലപ്പുഴ അവരടുത്ത് പോയി താമസിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് റാലിയിലേക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാർ ബുക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബുദ്ധി. ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ്. കാര്യം എൻ്റെ ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും. ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. ഇപ്പോൾ റാലിയെ സംബന്ധിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഓരോ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായ മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ജെറോമി പറയണത്, ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട്. അതെങ്ങനെ ഉടമ്പടി വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് വെച്ചില്ല. അപ്പോൾ എൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട്. അഡിനോയിഡിൻ്റെ ഒരു സിസ്റ്റാണ്. അതിങ്ങനെ ബൾജ് ചെയ്ത് വരും. എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ കൊച്ച് എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ടിരിക്കും. പല ചികിത്സകൾ നോക്കിയിട്ട് നടക്കാതിരിക്കുകയായിരുന്നു. ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല. കാര്യം അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ. അപ്പം അവർക്കുള്ള അടിയന്തര പ്രശ്നം എന്താണ്? ജോലി നഷ്ടപ്പെട്ടതല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ അഡിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് മാസങ്ങളോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത്
തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി? അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ്? ഉടമ്പടി തൈലമാണ് ഉള്ളത്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഈ അടിനൊഴിടുന്ന അവർ വിശ്വാസപ്രമാണം ചൊല്ലി അവർ പെട്ടാൻ തുടങ്ങി. ഈ ജെറോമി എന്ന് പറയാനും വൈഫെന്ന് പറയാനും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ്. അതാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയെന്നല്ല പറഞ്ഞത്. ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ അറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഇപ്പം അടിനോട് ഇല്ലല്ല, കുഞ്ഞ് സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചേ, അവരത് ഉടമ്പടി വെച്ചിട്ടില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചില്ലെന്ന് ദൈവം അങ്ങനെ പറയാമോ? അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണമെന്ന് പറയാമോ? അങ്ങനെയല്ല. ദൈവം നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോൾ പിന്നെ നീ വെക്കണം വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല. നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പിന്നെ ഉടനെ ജെറോമി അടുത്ത അനുഭവങ്ങൾ എന്താ വെച്ചാൽ, ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ. പണ്ട് ഒരു കൃപാസനം പത്രം കെട്ടിയിട്ട് 8 മാസമായിട്ട് വായിക്കാതിരുന്ന ആൾ ഇപ്പം എന്താണ്, കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങേര് തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ അനുഭവങ്ങളെ. അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാത്രം മഹത്വപ്പെടുമെന്നറിയാവോ? ആണായാലും പെണ്ണാലും ചെറുപ്പക്കാരെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ വയസ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കരുത്. അതാണ് പറഞ്ഞത്, യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ എലഗൻ്റ് ആയിട്ടുള്ള പ്രായമാണത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യൂത്ത് അത് ചെയ്യേണ്ടത്. കാര്യം ദൈവം ഇരട്ടി മഹത്വപ്പെടും. ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും. അപ്പം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം. അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം. അവർക്ക് ദൈവസ്നേഹം നൽകണം. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിലെ അപ്പോസ്തലന്മാരായി സുവിശേഷ സാക്ഷികളായി അവരെ മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ജെറോമി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം ആൾ സത്യസന്ധനാണെന്ന്. പിന്നെന്താ പറയണേ, ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ട് 100 കമ്പനികൾക്ക്, IT കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ വിട്ടു. 100 കമ്പനികൾക്ക്. ആർക്കും എന്നെ വേണ്ട. ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ന കമ്പനി ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഹൈ പ്രൊഫൈൽ കാണിച്ചിട്ടും ഒരു മനുഷ്യനും എന്നെ വേണ്ട. അപ്പം ഞാൻ ഓർത്തിൻ്റെ ജീവിതം മൊത്തം ഇരുട്ട് കയറി, ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. ആരെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അന്തിമ വാക്ക് കർത്താവിൻ്റെതാണ്. കർത്താവ് തീർന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മാതാവിൻ്റെ സെലക്ഷൻ ഭയങ്കര രസമാണ്. സാജന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഈ ജെറോമി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയെ മാതാവിനറിയാം. മാതാവ് ആ 2 കമ്പനിയെ 100 അപേക്ഷ വിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഉടമ്പടി എടുത്തിട്ട് 2 എണ്ണം വിട്ട് 2 സാജനെ വിളിച്ചു. അപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിലുണ്ടായിരുന്ന മാറ്റം കാരണം ഇവർ പ്രാക്ടിക്കലും തിയറിയും ചോദിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ ഉടമ്പടി എടുക്കുമ്പോൾ തിരികെത്തിക്കുമ്പോൾ മാതാവേ എനിക്ക് ഒത്തിരി എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. കാര്യം പുതിയ ആൾക്കാരാണ് ഇരിക്കണത്, ഞാൻ പഴയ സിലബസിലൊക്കെ പഠിച്ചിരിക്കണത്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലും എനിക്ക് പ്രശ്നമാണ്, തിയറിയും എനിക്ക് പ്രശ്നമാണ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എന്നെ സഹായിക്കണം. അപ്പോൾ പണ്ട് ഭയങ്കര മെരിട്ടാണെന്ന് പറഞ്ഞ ആൾ പറയണ കണ്ടില്ലേ, എനിക്കിപ്പോൾ മെരിട്ടില്ലെന്നാണ് പറയണത്. കണ്ട, അതാണ് വിഷയം. അവർ ആ ഗ്രോത്ത് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ മെരിട്ടില്ല എന്നാണ് ദൈവദൃശ്യത്തിൽ പറയുകയാണ്, എൻ്റെ മെരിട്ട് നിൻ്റെ കൃപയാണെന്ന്. ഇത് പറഞ്ഞിട്ട് ഇവൻ പോകുമ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? 8-9 പ്രാക്ടിക്കലും 8-9 തിയറിയും ചോദിക്കുന്ന സ്ഥലത്ത് ഇവനെ അറിയാവുന്ന 2 തിയറിയും 2 പ്രാക്ടിക്കലും ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത്. അയ്യോ, ഇത് ഭയങ്കര രസമാണ്. അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും.
എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, എന്ത് നമുക്കറിയാം. ഇങ്ങനെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവത്തിൻ്റെ ഒരു അമ്മ രൂപം എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ദൈവത്തിന് അമ്മയാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഭൂമി സൃഷ്ടിച്ച് ഒരു അമ്മഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വാത്സല്യം പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് വരും. എന്നിട്ട് ഇതേപോലെ തന്നെ എന്നിട്ട് പറയണേ, സാധാരണഗതിയിൽ 2 മാസം 2.5 മാസം കഴിയുമ്പോഴാണ് അവർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിളിക്കണത്. എന്നെ ഞാൻ 29-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയത്, എനിക്ക് 30-ാം തീയതി എന്നെ ജോലിക്ക് കയറ്റിയെന്ന്. എന്നിട്ട് പറയണത് ടൈം ഷോർട്ടണിങ് എന്നൊക്കെ അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ലൈറ്റ് വെയ്റ്റനിങ് എന്ന്. നോക്കിയേ, ഉടമ്പടി എല്ലാം കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ടൈം ഷോർട്ടണിങ്, ലൈറ്റ് വെയ്റ്റനിങ്. എന്താണ്? എല്ലാം ദൈവം ഈ ഒറ്റ പാക്കേജിൽ, ഇതെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ. സമയച്ചുരുക്കവും ഭാരലഘുത്വവും വലിയ ഭാരങ്ങൾ. അതിനെ ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാണ്, അതിനെ വെറും ഒരു ഉടമ്പടി തൈലം കൊണ്ട് സിമ്പിളാക്കി കളഞ്ഞു, ഭാരം മാറ്റിയതിൻ്റെ എല്ലാം. അത് ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറയണതും ഭാരച്ചുരുക്കം. ഇങ്ങനെ ഉടമ്പടി. ഇനി രസമെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജയമോൻ്റെ സാക്ഷ്യം കൂടി പറയാം പെട്ടെന്ന്, 2 മിനിറ്റ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജയ്മോൻ ഒരു ട്രാൻസ്പോർട്ട് ഇതാണ്, കണ്ടക്ടറാണ്. അദ്ദേഹത്തെ സർവീസ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറൊരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി. വാരിപ്പേറ്റ് 5 ഒടിഞ്ഞ്, തോളലിലൊടിഞ്ഞ്, പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി. ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല. അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ്. 2 പേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ, 2 പേര് താങ്ങിയാൽ മൂത്രമൊഴിക്കാൻ പറ്റും, എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു സർവാംഗം വേദനയായിരിക്കും, ആരും സഹിക്കാത്ത വേദനയായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെന്നാ ചെയ്യണത്? ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ഈ അല്ലേ അവരുടെ ജയമോൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലം തേക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി തൈലം എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല, അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. കൃപാസനത്തിൽ ഒന്നും ഔഷധം നൽകുന്നില്ല ആർക്കും. കൃപാസനത്തിൽ ഒരു ചികിത്സയുമില്ല. കൃപാസനത്തിൽ എന്താണ്? വിശ്വാസ പ്രയോഗങ്ങളാവുള്ളത്. ഇതെല്ലാം മാധ്യമങ്ങളാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം, വിശ്വാസം പ്രഖ്യാപനമാക്കാം, വിശ്വാസം പ്രയോഗമാക്കാം. അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം. തൈലം, അച്ഛൻ തൈലം കൊടുത്തു, ആൾക്കാരെ പരിചയം വന്നിട്ട് കഥയില്ല. കാര്യം തൈലം അഭിഷേകമായി അത് ഇതായിട്ട് കൊടുക്കുകയല്ല. തൈലം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ധാനേന്ദ്രം കുഴമ്പ് അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത്. അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന്. അത് റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഈ ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം. അപ്പം നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക്, അതുപോലെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട്, അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട്. ആ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ്? നേർച്ച വസ്തുക്കളെ യേശുനാമത്തിൽ വെഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റണത്? കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത്? ആവഹിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ നേരത്തെ വായിച്ചില്ലേ 2 Corinthians 12:9 യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞേ, എന്നിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനാ രീതിയാണ്. സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനാ രീതിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശക്തി എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവാണെന്ന്. യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത്. വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല.
നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി. ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിനൊരു സമരം, ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് കല്ലിടാൻ വേണ്ടി, അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രാക്ടർമാർ പൈസ അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സമരത്തിന് പോയി. അപ്പോൾ ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ജപമാനം ചൊല്ലിക്കൊണ്ടാണ് യാതായം വിളിച്ചു പോണത്. എന്താ കാര്യം? എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. അല്ലാതെ സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല. ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാനൊരു കോടതി പോയി. കോടതി പോയത് 2013 കടൽ കയറിയപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട്. ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ച് മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, അച്ഛാ ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത്, ഇത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസ പ്രഖ്യാപനമാണത്. ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും, ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധമില്ലാത്ത വല്ലതൊക്കെ വിളിച്ച് പറയും ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ എന്താണ് അത്? പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം, വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, അതുപോലെ തന്നെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടി തൈലം. വിശ്വാസ പ്രയോഗമാണ്, അല്ല ചികിത്സാവിധിയൊന്നും അല്ലത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് അറിയണം, നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് അറിയണം. ഈ ജർമ്മൻ്റെ വൈഫിനെ കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയാം. അവർ പതുക്കെ പാകതയോടെ വിശുദ്ധിയോടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒടിഞ്ഞിരിക്കുന്ന തോളലില്ലേ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെല്ലാം ശരിയാക്കണത് അറിയത്തില്ല. സങ്കടപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ അവളിത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആശയത്തെ അവസ്ഥയിൽ തോളിൽ ഇങ്ങനെ ഉടമ്പടി തേലാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ താങ്ങിക്കിടത്തും, രണ്ടുപേരും കൂടി താങ്ങിക്കിടത്തും. രാത്രി ആയപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടി ഇയാൾ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവ്. ഇയാൾ ഉടനെ എഴുന്നേക്കും. ഉറക്കത്തിലല്ലേ, തനിക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും. പിന്നെ കിടക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായി എഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ. ഡോക്ടറുടെ അടുത്ത് എന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പറ്റി? എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണമല്ല എന്ന്. ഇതാണ് എൻ്റെ വിഷയം. ഇത് പ്രയോഗമാണ്, വിശ്വാസ പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നൊരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉടമ്പടിയുടെ എല്ലാ കാര്യവും ജെറോമി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ്. ഉടമ്പടി ജീവിതമാണ്, അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കണമല്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ ദൈവം സത്യസന്ധമായിട്ട് ജീവിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മൾ നല്ലവണ്ണം രാവിലെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് രോഗസൊക്കെ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈശോ തന്നെ നടത്തി നമ്മളെ ഉപകരണമാക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കണ്ണീരിന് അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത കണ്ണീരുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ കൂപ്പി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈശോയോട് പറയുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മുമ്പിൽ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ
ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.